ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വലിയ ഹാപ്പി ആയിട്ടുള്ള വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഇവിടുന്ന് എല്ലാവരും പോകാനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയായി പാക്കിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ ഇക്കായും മക്കളും പോണേക്കായ മുമ്പ് താത്തായും ഒക്കെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ല് ഒരു പാക്കറ്റിലാക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഈവൻ കറ്റാർ വാഴ വെറുതെ കഴിക്കുന്നത് പോലും ഹെൽത്തിനും ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു 5-6 ചട്ടിയിലായിട്ട് കറ്റാർ വാഴ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ യൂസ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാക്കറ്റിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്താത്തയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ചിനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ബീഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഫുഡ്. പിന്നെ എൻ്റെ ഉമ്മായും പിന്നെ ഇത്താത്ത പോകുമ്പോൾ സ്ഥിരമായിട്ട് വരണ ഒരു ഇത്തായുണ്ട് കഴിച്ചത്ത, അവർ രണ്ടുപേരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാക്ക് ചെയ്ത് നമ്മളൊരു വീട് അടച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നല്ലൊരു പണിയാണ്. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് കംപ്ലീറ്റ്ലി കളയണമല്ലോ, നമ്മൾ അടച്ചിട്ട് വരികയാണല്ലോ. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇറങ്ങണം. പിന്നെ കൊണ്ടുപോകാനായിട്ട് ബീഫും തേങ്ങ ഫിഷ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. രാത്രിയിലാണ് ഫ്ലൈറ്റ്. നമ്മളൊരു 5 മണി 5:30 ആയിക്കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെത്തി. അവരെ കയറ്റി വിട്ട ഉടനെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നെടുവന്നൂർക്ക് വന്നിട്ട് എൻ്റെ ഉമ്മാനാക്കാൻ വേണ്ടിയിട്ട്. അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയണം ഭയങ്കര മിസ്സിങ് ആണ്. കുറേ ദിവസത്തേക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ റുട്ടീനാവും, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരും, വരാതെ നിവർത്തിയില്ലല്ലോ. ഇത് ഇക്കായും പിള്ളേരൊക്കെ പോണേൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ ബ്രദറിൻ്റെ വീട്ടിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചേക്കുന്ന ഏറ്റവും ബെസ്റ്റ് സദ്യയാണ് കേട്ടോ ഇത്. മോഹനൻ ചേട്ടൻ്റെ സദ്യ എന്ന് പറയും. കളമശ്ശേരി തന്നെയാണ്. നമ്മുടെ മൂത്ത ബ്രദറിൻ്റെ നൈബറും കൂടിയാണ് മോഹനൻ ചേട്ടൻ. ഇക്കായൊക്കെ ചെറുപ്പത്തിലേ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ അവരുടെ താമസം. അപ്പോൾ അവർക്ക് സദ്യയുടെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് 3500 പേർക്കുള്ള സദ്യയുടെ ഓർഡറുള്ള ദിവസമാണ് കേട്ടോ. അതിൽ നിന്ന് നമ്മളൊരു 18 പേർക്കുള്ള ഓർഡർ എടുത്തതാണ്. തലേ ദിവസം ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ അവർ അത് മുടക്കിയില്ല. 12 മണിയോടുകൂടി സാധനങ്ങളൊക്കെ എത്തി. ഞങ്ങളല്ലെങ്കിൽ എല്ലാവരും ലേറ്റായിട്ട് എത്തണവരാണ്. ഈ തവണ എല്ലാവരും നേരത്തെ തന്നെ എത്തി, നേരത്തെ വിളമ്പിലൊക്കെ തുടങ്ങി. 1:30യോടുകൂടി ആണുങ്ങളും കുട്ടികളൊക്കെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു. രണ്ടാമത്തെ ഇക്കായും വൈഫും ഉണ്ടായിരുന്നില്ല, അവരൊന്ന് ഊട്ടിക്ക് പോയേക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും മോഹനൻ ചേട്ടൻ്റെ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സദ്യയുടെ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമാണ്. അതേപോലെ തന്നെ അവരുടെ അടപ്പായസവും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ എവിടെ നിന്ന് സദ്യ കഴിച്ചാലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു തൃപ്തി ആവില്ല. കാരണം മോഹനൻ ചേട്ടൻ്റെ സദ്യ എന്നുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഹാസിമിനും ഫുഡ് കൊടുത്തു. ഫൈനലി ഞങ്ങൾ ഇരുന്നു. ആ ഒരു പാലട പായസവും പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് എൻ്റെ പൊന്നേ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ അതേ പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാനൊക്കെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. ഞങ്ങൾ നേരെ ഡെക്കാത്തലോണിലേക്കാണ് കേട്ടോ വന്നത്. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം വീട്ടിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മക്കളെയും കൊണ്ട് ഒരു മെഹന്തിയൊക്കെ ഇടിയിച്ചിട്ട് ഞാൻ കയ്യിൽ. അപ്പോൾ അതുണ്ട്, ഞാൻ കഴുകിയൊന്നും കളഞ്ഞിട്ടില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. രാത്രി വീട്ടിൽ ചെന്നിട്ട് പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അങ്ങനെ മഗ്‌രിബിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ മക്കളെയൊക്കെ വിളിച്ചിട്ട് വന്ന് വീട്ടിലിതേ പണിപ്പുരയിലാണ് കേട്ടോ. അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്.
അപ്പോൾ ആ ദിവസങ്ങളിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. 2-3 ദിവസം അടുപ്പിച്ച മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ട് 2-3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ അലക്കിയിട്ട ഡ്രസ്സൊക്കെ ഉണങ്ങി വരിക. അപ്പോൾ കൊണ്ടുപോകാൻ അത്യാവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണങ്ങാത്തതുണ്ടായിരുന്നു. പിന്നെ അതേ പിള്ളേർക്ക് ലഞ്ച് ബോക്സൊക്കെ ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഉണങ്ങാത്തതൊക്കെ ഞങ്ങൾ കിടന്ന സമയത്ത് ഫാനിൻ്റെ താഴെ വിരിച്ചിട്ടിട്ടുണ്ടായിട്ട്, അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും എല്ലാം സെറ്റായി. രാവിലെ എണീറ്റിട്ടാണെങ്കിലും തലേദിവസമാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരച്ചിലാണ് കേട്ടോ. ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇവർ പോണ കാര്യം ഓർത്തിട്ട്. അപ്പോൾ തലേ ദിവസം മൂത്തേക്കാരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനും ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പുട്ടും കടലയൊക്കെ കിട്ടിയതുകൊണ്ട് രാവിലെ ഒരുപാട് ആശ്വാസമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി. പിള്ളേരൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് ചിപ്സ് അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിപ്സ് സെൻറ്ററിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണ്, 1 മണിക്കൂർ ഡിലേ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും പിടിച്ചില്ല, പതുക്കെ അങ്ങനെ അങ്ങോട്ട് പോയി. യാത്ര പറച്ചിൽ കുറച്ച് വിഷമമുള്ള സംഭവമായിരുന്നു. ആസിമ് അംദാൻ്റെ മേത്ത് കയറി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ പോണണ്ടപ്പോൾ അറിയാലോ, ഒറ്റപ്പെട്ടതിൻ്റെ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പോണത് കണ്ടപ്പോൾ. പിന്നെ സത്യം പറഞ്ഞാൽ ഇക്കാടെ മക്കളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അവരെന്നെ ഭയങ്കരമായിട്ട് ചില്ലാക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ മകൻ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു. അവരുടെ കൂടെ വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയേനെ. മക്കളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുകയാണ് ചെയ്തേട്ടാ. അപ്പോൾ 2 യാത്രയപ്പം ഭയങ്കര വിഷമമുള്ളൊരു സംഭവമായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.